ഹലോ ഗേസ്, എല്ലാവർക്കും പൊന്നൂസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിലല്ല അല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജയൻ്റെ ഫ്രണ്ട് ദീപ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ദീപ ചേച്ചിയുടെയും ചേച്ചിയുടെ ഹസ്ബൻഡ് സതീഷേൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ ഇന്ന്. അതുമാത്രമല്ല, അതിൻ്റെ പിറ്റേന്ന് ചേട്ടൻ്റെ വേറൊരു ഫ്രണ്ട് കസ്തൂരി ചേച്ചിയുടെയും രാജേഷേൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണേ. തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ തിങ്കളാഴ്ചയാണ് കേട്ടോ രാജേഷേൻ്റെയും കസ്തൂരി ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ ദീപചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്, ജസ്റ്റ് ഒരു സെലിബ്രേഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 3-3:30 മണിയൊക്കെ ആയപ്പോൾ വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ആദ്യം തന്നെ പിന്നെ എവിടെയാണ് പള്ളിച്ചൽ ഫാം ഹൗസ് ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ മുമ്പ്. അപ്പോൾ ഇവിടെ ആരും പോയി കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെയൊക്കെ ഒരു ആഗ്രഹമാണ് അങ്ങ് പോയി കാണണമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കസ്തൂരിച്ചിയും രാജേഷേട്ടനും നമ്മളെ കൂടെ ഇല്ല, അവർ നേരെ അങ്ങ് വരാമെന്ന് പറഞ്ഞു. അവരുടെ മൂത്ത മോനാണെങ്കിൽ നമ്മളിവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കാറിൽ അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ അവരങ്ങ് നേരിട്ട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ നമ്മുടെ ഇവിടെ ഇല്ലാത്തതാണ് കേട്ടോ. അപ്പോൾ അവർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പള്ളിച്ചൽ ഫാം ഹൗസ് കേട്ടോ. നമ്മുടെ പാലരാപുരം വെടിവെച്ചാങ്കോലിൻ്റെ അടുത്തായിട്ടാണ് ഈ സംഭവം വരുന്നത് കേട്ടോ. പള്ളിച്ചൽ അങ്ങ് പോകണ്ട, വെടിവെച്ചാങ്കോൽ കഴിഞ്ഞിട്ടുള്ള വല സൈഡിൽ കാണുന്ന പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് കാണുക കേട്ടോ. അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടെ ആനിമൽസും ബേർഡ്സും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ആനിവേഴ്സറി വീഡിയോ ആണല്ലോ, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇവിടെ നമുക്ക് ബഗി എന്ന് പറയുന്ന ഒരു ഡോഗ് ഉണ്ട് കേട്ടോ. അത് ഭയങ്കര കൂട്ടാണ്, അത് നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. അപ്പോൾ അന്ന് മുതൽ അതിന് ശേഷം നമ്മൾ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഇണക്കമാണത്. എല്ലാ പക്ഷികളും മൃഗങ്ങളും എല്ലാവരും നല്ല ഇണക്കമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് ഇവിടെ വന്ന് കണ്ടിട്ടില്ലാത്തവരെന്നുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. വെടിവെച്ചാങ്കോൽ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ് ഇത് വരുന്നത്. ജീവികളായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും നമ്മളോട് ഇണങ്ങി ഇടപഴകും. അങ്ങനെയാണ്, നമുക്ക് അവരെ കയ്യിലെടുത്ത് തരും. നമുക്കതിനെ താലോലിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ വന്നാലുണ്ട് കേട്ടോ. ഇപ്പോൾ മ്യൂസിയത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂട്ടിലിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ അല്ലേ കാണുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ അങ്ങനെയെല്ലാം നമുക്ക് എല്ലാം കണ്ടില്ല. ഇതാണ് ബഗി. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എല്ലാ മൃഗങ്ങളും അങ്ങനെ തന്നെയാണ്, ജീവികളെല്ലാം അങ്ങനെയാണ്. പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ അടുത്ത് കുറച്ച് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ അപ്പോൾ അവർ ഇതൊന്നും വാങ്ങിച്ചില്ല. നമുക്ക് വലിയ ആൾക്കാർക്ക് മാത്രമേ ഇത് വാങ്ങിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സ്നേഹമാണ്, അത് മിണ്ടാതെ നിന്നോളും. പിന്നെ ഇതിൻ്റെ വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ. അത് കടിക്കുമെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ കൂട്ടിനകത്താണ് കേട്ടോ. നമ്മളോട് ഇഴകി പഴകുന്ന സംഭവങ്ങൾ മാത്രമാണ് നമുക്കിങ്ങനെ കയ്യിലൊക്കെ എടുത്ത് തരാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ലേ, ഇഗ്വാന. നമ്മൾ മുമ്പ് ഉള്ള വീഡിയോയിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. പൊന്നിനാണെങ്കിൽ മുമ്പ് ആദ്യം വന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പേടിയായിരുന്നേ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കീരിയിൽ വേറൊരു ഐറ്റമാണിത്. പിന്നെ കണ്ടില്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ വളരെ ചെറുതായിട്ട് മാത്രമേ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളത് വേറൊരു വീഡിയോയിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങളതൊന്ന് വാച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ സൽമാൻ ഖാൻ്റെ ഹോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ അതില്ല കേട്ടോ. അത് അവർ ഇപ്പോൾ എല്ലാം അത് കൊടുത്തു എന്ന് പറഞ്ഞു. നല്ലൊരു ഓഫർ കിട്ടിയപ്പോൾ അത് കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുരങ്ങായാലും എല്ലാം ഉണ്ട്. ഇത് വേറെ എന്തോ ഐറ്റം ഭംഗിയാണ്. പിന്നെ ഇതാ ഇതൊക്കെ കണ്ടില്ലേ, തത്തകൾ. ഇത് പേരൊക്കെ മുമ്പ് അത് എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ അതില്ല. അത് നമ്മളെ കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട്.
ഒന്നും അവർ അങ്ങനെ നമുക്ക് കയ്യിൽ തരാതെ ഇല്ല കേട്ടോ. നമ്മൾ ആവശ്യപ്പെടുന്ന മുമ്പേ അവർ കയ്യിൽ അങ്ങെടുത്ത് തരും നമ്മളങ്ങനെ നിൽക്കുമ്പോൾ കേട്ടോ. ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ചേട്ടനാണെങ്കിൽ പക്ഷി മൃഗങ്ങൾ ഇതിനെയൊക്കെ വളർത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചേട്ടനെ വളർത്തി. ഇപ്പം ഞങ്ങൾ പുതിയ വീട് വെച്ചപ്പോൾ അതൊന്നുമില്ല. മുമ്പ് അതൊക്കെ ഉണ്ടായിരുന്നു, കോഴി ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഇതൊന്നുമില്ല. നമുക്കിപ്പോൾ അതിനെ നോക്കി വളർത്താനും ഒക്കെയുള്ള സമയമൊക്കെ വേണം, അതിൻ്റെ ആഹാരം കൊടുക്കാനും ഒക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ആളില്ലാതെ നമ്മൾ വളർത്തിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വീട്ടിൽ വളർത്തുന്ന പരിപാടിയൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്ന് കാണുമ്പോൾ നമുക്ക് അതൊക്കെ അങ്ങോട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോഴിയല്ലല്ലോ, തത്തയൊക്കെ നമ്മളെടുത്ത് കയ്യിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇത് കൂട്ടിലടയ്ക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഈ ഹോഴ്സിന്. അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം മുട്ടലായിട്ട് തോന്നും. സത്യം പറഞ്ഞാൽ ഈ ശ്വാസം മുട്ടലാണ്. കാരണം 2 ദിവസം മുമ്പേ എനിക്ക് പനിയായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ട്രിപ്പും ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഞാൻ വന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വോയിസ് കൊടുക്കാനായിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് എൻ്റെ വോയിസ് കേൾക്കുമ്പോഴേ നിങ്ങൾക്കത് ഫീൽ ചെയ്തേക്കാം. അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ പറഞ്ഞത്. എനിക്ക് ശ്വാസം എടുക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നവർക്കും അതേപോലെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് ഹോഴ്സ് എന്ന് പറയുമ്പോൾ പുറകെ നോട്ടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കപ്പലണ്ടി മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. അത് വായിൽ വെച്ച് ആദ്യം കൊടുത്തു. എന്നിട്ട് മറ്റു കയ്യിൽ വേറെ കപ്പലണ്ടി മിഠായി ഇരിക്കുന്നത് കണ്ടിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറകെ നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ടായിരുന്നു. അത് കുറേ നേരം അതിങ്ങനെ ഓടിയായിരുന്നേ. പിന്നെ എനിക്ക് അതിൻ്റെ ഇതില്ലാത്തതുകൊണ്ട് ഞാനത് ഇങ്ങനെ കുറച്ച് ഇതെടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് വേറൊരു ഐറ്റം ഡോഗാണേ. പിന്നെ ഇത് വേറൊരു കൂടാരത്തിലാണ് ഈ മീൻ, പിന്നെന്താ ചെറിയ തത്തകൾ, മുയൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ കോഴി, വേറൊരു ഐറ്റം കോഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതൊക്കെ ഈ കൂടാരത്തിലാണ് അവർ അടച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനോട്ട് കയറിയതാണ്. ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് ടിക്കറ്റിന് വെർത്താണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് കാണുന്നത് നിങ്ങൾക്ക് കാണാനും ഇതൊക്കെ സ്പർശിക്കാനും തലോടാനും ഒക്കെയുള്ള ഒരു ഇത് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇത് കയ്യിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കയ്യിലിങ്ങനെ നീട്ടി വെച്ചപ്പോൾ അതിങ്ങനെ വന്നതാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഒരു 5-6 ഇങ്ങനെ കയറി വരുവേ. എന്നിട്ട് എൻ്റെ തോളിൽ കയറിയിരിക്കുന്നതാണ്. എൻ്റെ തുണിയിൽ ആ ഒരു സ്റ്റിച്ചിലൊരു ചെറിയ മുത്തൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വായിൽ പോവാതെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ കാതിൽ കമ്മലിലിട്ട് കടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കമ്മലിൽ തൂങ്ങി കിടക്കുന്ന ഒരു സാധനമുണ്ട്, അതിലിട്ട് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേടിയുണ്ട് അത് വായിൽ പോകുമെന്നുള്ളത്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചേട്ടൻ്റെ അടുത്ത്, അത് ഇങ്ങനെ നോക്കണേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ചേട്ടൻ നോക്കുന്നുണ്ട്, എന്നാലും നമുക്കൊരിതായിരിക്കുമല്ലോ, അതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അത് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരിതുകൊണ്ടുള്ള പേടിയാണ് കേട്ടോ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം അങ്ങ് തീരുമ്പോൾ അതങ്ങ് പറന്ന് വെക്കുള്ളൂ കേട്ടോ. പക്ഷേ കയ്യിൽ വെള്ളം ഇരുന്ന് മറ്റ് തത്തകളൊക്കെ അങ്ങ് പറന്നു പോയി. പക്ഷേ ഈ സംഭവം രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഞാൻ ഇത് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഗാലറിയിൽ നിന്ന് ഈ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതെല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി നമ്മൾ കപ്പലണ്ടിയൊക്കെ കഴിച്ച വീഡിയോ ഉണ്ടായിരുന്നേ. പക്ഷെ അത് എടുത്തായിരുന്നു. പക്ഷെ അത് പിന്നെ ഞാൻ ഗാലറി നോക്കിയപ്പോൾ അത് കാണാനില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ സേവ് ചെയ്തിട്ടില്ല അന്ന്. എനിക്ക് വയ്യത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എന്തൊക്കെ എടുത്തെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ പൊന്നുമൊക്കെ ഭംഗി എടുക്കുന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എടുത്തായിരുന്നു. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ അത് കാണാനില്ല. അതെന്തോ ഞാൻ സേവ് ചെയ്യാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും, എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താണെങ്കിൽ നമ്മുടെ ദീപചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കസ്തൂരി ചേച്ചി, ഇതാണ് ദീപചേച്ചിയുടെ വീട്ടിൽ. നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നൊരു തിരക്കിലാണ് കേട്ടോ. സതീഷ് ചേട്ടൻ കപ്പ അരിയുന്നുണ്ട്. ചേട്ടൻ അതിന് വേണ്ടിയിട്ട് നോക്കി ഇരിപ്പുണ്ട്. പിന്നെ കുട്ടികളൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ഇതിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒരുമിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ കസ്തൂരിച്ച് ദിവസിന് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ വശിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഞാൻ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ വന്ന് അവരുടെ കൂടെ ഇരിക്കുന്നത്. പിന്നെ ചായ കുടിക്കുന്നത് കേട്ടോ. കൈയുടെ ഇടയ്ക്കൂടെ ചായ ഇട്ടു. ചായയും പരിപ്പുവടയും ഉഴുന്നുവട ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ കഴിച്ചു. കഴിച്ച ശേഷം വീണ്ടും കറിയാൻ പോകുന്ന ഒരു തിരക്കിലാണ്.
അപ്പോൾ ഫുഡെന്ന് പറയുന്നത് കപ്പ, ദോശ, ചിക്കൻ അങ്ങനെയുള്ള വിഭവങ്ങളാണ് കേട്ടോ. നമ്മൾ തന്നെയാണ് നേരത്തെ പറഞ്ഞത് പുറത്തൊന്നും പോയിട്ട് ഫുഡ് അറേഞ്ച് ചെയ്യാനാണ് ചേച്ചി പറഞ്ഞത്. പക്ഷേ നമ്മൾ പറഞ്ഞു അങ്ങനെ വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഫാം ഹൗസിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാമെന്ന് നമ്മൾ തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെളിയിൽ പോയി ചുമ്മാ കുറേ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാം, കുറച്ച് കൂടുതൽ സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ എന്നൊക്കെ വെച്ചിട്ട് നമ്മുടേതായ ടേസ്റ്റിന് വെച്ച് കഴിക്കാമല്ലോ. അതൊക്കെ ഒരു രസമല്ലേ. എപ്പോഴും പുറത്തൊക്കെ പോയില്ലേ ഫുഡൊക്കെ കഴിക്കുന്നത്. ഇവരും കൂടെയാണ് നമ്മൾ മറ്റേ ജഗനക്ഷേത്രം ഉണ്ടല്ലോ, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കന്യാകുമാരിയിൽ പോയ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ 5-6 ദിവസം മുമ്പ് എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പതിയെ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ദീപ ചേച്ചിയുടെ മൂത്ത മകൻ വായിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടോ. മോൻ കീബോർഡ് പഠിക്കുന്നുണ്ട്, അപ്പോൾ കേട്ടോളൂ. ഓക്കെ, അപ്പോൾ ഇതാ വീണ്ടും ദോശ ചുടേണ്ട തിരക്കിൽ അടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ദോശ ചുടുന്നത്. ചൂടോടെ ദോശ ചുട്ട് അടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 കല്ലിലായിട്ട്, ഒന്ന് നോൺ സ്റ്റിക്കിലും ഒന്ന് മറ്റേ കല്ലിലും ചുട്ട് എടുത്തു. ആദ്യം തന്നെ മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ ദോശ, കപ്പ, ചിക്കൻ, പിന്നെ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ. അതൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്ന വീഡിയോ കൊണ്ട് എൻ്റെ പൊട്ടുബുദ്ധിക്ക് എന്തോ സംഭവിച്ചതാണ്. അത് ഞാൻ സേവ് ചെയ്തിട്ടില്ലായിരുന്നു. എന്ത് സംഭവിച്ചെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പിന്നെ നമ്മളിതാ കഴിക്കാൻ വേണ്ടിയിരുന്നു, കുട്ടികളെ കൊടുത്തിട്ട് പിന്നെ നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ഇതിലാണ് കേട്ടോ. നമ്മൾ ആദ്യം കേക്ക് കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരു മധുരം എന്നുള്ള രീതിയിൽ നമുക്ക് കേക്ക് നമ്മളാണ് കേട്ടോ വാങ്ങിച്ചിട്ട് വന്നത്. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തൊരു വീട്ടിൽ ഒരു ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കും. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. കഴിച്ചിട്ട് ഞാൻ കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റാണ് ഈ കേക്ക്. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ്. ചേച്ചിയുടെ പേര് വിനിത എന്നാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഉണ്ടാക്കിയ കേക്കാണ്, നല്ല ടേസ്റ്റുള്ള കേക്കാണ്. ബട്ടർ സ്കോച്ചാണ്. ചേച്ചി നേരത്തെ മോഡൽ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് എനിക്ക് ബട്ടർ സ്കോച്ചാണ് ഇഷ്ടം. പിന്നെ മാംഗോ ഇഷ്ടമുണ്ട്. മാംഗോ ഇല്ല എന്ന് പറഞ്ഞു, മാംഗോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് രാവിലെ വിളിച്ചു പറഞ്ഞു, ചേച്ചി വൈകുന്നേരം തന്നെ ചെയ്ത് തന്നു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു, കാരണം പെട്ടെന്നാണ് ഇതൊന്നും അറേഞ്ച് ചെയ്തത്, ഇത് സംഭവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ചേച്ചി അത് അറേഞ്ച് ചെയ്ത് തന്നു. നല്ല കേക്കായിരുന്നു. ചേച്ചി വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ചേച്ചി, നല്ല സൂപ്പർ കേക്കായിരുന്നു. എല്ലാവരും പറയും നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ 2 ഫാമിലിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് 4 പേരെയും വെച്ച് ഒരുമിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് ചേട്ടൻ പറഞ്ഞു. അങ്ങനെ 4 പേരും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്ത് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും, വെഡിങ് ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയിരുന്നാലും എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ കേക്ക് എല്ലാ വീടുകളിലും മസ്റ്റാണല്ലോ. അപ്പോൾ നമ്മളിത് കേക്ക് മുറിച്ച്, അപ്പോൾ ഇതോടെ കഴിഞ്ഞു, വേറെ സെലിബ്രേഷനൊന്നുമില്ല, ഇത്രയും തന്നെ മതിയല്ലോ. അതൊക്കെ ഒരു സന്തോഷമാണ്. ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടിട്ട്, ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരുപാടുണ്ടല്ലേ എന്ന്. അപ്പോൾ അങ്ങനെ ചോദിച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞങ്ങളുടെ ലൈഫിൽ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കി. അത് തന്നെയാണ് ഞങ്ങൾക്ക് എൻ്റെയും എൻ്റെ ഫാമിലി, ഞങ്ങളുടെ ഒരു ലൈഫിൽ ഞങ്ങൾ കൂടുതലുള്ളത് ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ കുറച്ച് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതും അവർക്ക് തന്നെയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇതിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളത് അത് ഭയങ്കര സന്തോഷമായിട്ടോ. ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്, നിങ്ങൾക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടല്ലേ എന്ന്. അപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളൊന്നും നമ്മളങ്ങനെ പാഴാക്കി കളയാറില്ല കേട്ടോ. നമുക്ക് പറ്റുന്ന ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും കേക്ക് കഴിച്ചിട്ട് വീണ്ടും ഇപ്പോഴാണ് നമ്മൾ കുറച്ച് നേരം കൂടുതൽ നിന്ന് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചു കേട്ടോ. വോയിസ് ഞാനിങ്ങനെ കട്ട് ചെയ്താണ് എടുക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാത്തതിൻ്റെ ഒരിതുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കേക്ക് കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാജേഷേട്ടൻ പുറത്തുനിന്ന് ഫോൺ വന്നു, അങ്ങനെ സംസാരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം കേക്കൊക്കെ കഴിച്ചു, കുറേ നേരം ഇരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഫാമിലി ഇറങ്ങി.
അപ്പോൾ അതാ പിള്ളേർക്ക് പിരിയാനായിട്ട് തോന്നിയില്ല. കാരണം എല്ലാവരും കൂടെ ഇരുന്ന് പൊന്നൂനും അതുപോലെ തന്നെയാണ് പിള്ളേരൊക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. കാരണം നമ്മളെ വീട്ടിൽ അവൾ മാത്രമല്ലേ ഉള്ളൂ. ഇവരെല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ടപ്പോൾ അവൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഇറങ്ങിയപ്പോൾ അവൾക്ക് കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സെലിബ്രേഷൻ ഇല്ലെങ്കിലും ഒരുമിച്ച് ഒത്തുകൂടാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒത്തുകൂടെ തന്നെ ചെയ്യും. അപ്പോൾ അതെൻ്റെ ഫ്രണ്ട്സായാലും ചേട്ടൻ്റെ ഫ്രണ്ട്സായാലും എന്തായാലും ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് കൂടേണ്ട അവസരം നമ്മളത് ഒട്ടും പഴക്കാറില്ല കേട്ടോ. നമ്മൾ ഒരുമിച്ച് കൂടും. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത് നല്ലൊരു പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.